ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓക്കാപ്പി എന്ന മൃഗത്തെ പറ്റിയാണ്. ജിറാഫ് കുടുംബത്തിൽ ജിറാഫിഡെ പെടുന്നതും വളരെ അടുത്ത കാലത്ത് മാത്രം രേഖപ്പെട്ടതുമായ ഒരു സസ്തനിയാണ് ഓക്കാപ്പി. ഇതിൻ്റെ ശാസ്ത്രനാമം ഓക്കാപ്പിയ ജോൺസ്റ്റണി എന്നാണ്. 1900 വരെ ജിറാഫിഡെ കുടുംബത്തിൽ അറിയപ്പെട്ടിരുന്ന ഏക സസ്തനി ജിറാഫ് മാത്രമായിരുന്നു. ഉഗാണ്ട ഗവർണറായിരുന്ന സർ ഹാമിൽട്ടൺ ജോൺസൺ 1900 കോങ്കോയിൽ നിന്ന് കണ്ടെടുത്ത ഒരു ജന്തുവിൻ്റെ അപൂർണമായ തോൽ ഗവേഷണ വിധേയമാക്കിയതോടെയാണ് ഓക്കാപ്പിയെ പറ്റി അറിയാനുള്ള ശ്രമം ആദ്യമായി ആരംഭിച്ചത്. സീബ്ര വർഗത്തിൽപ്പെട്ട ഏതോ ഒരിനം ജന്തുവിൻ്റേതാണെന്ന നിഗമനത്തിലായിരുന്നു. പിന്നീട് ഒരു തോലും 2 തലയോടും കൂടി വിദഗ്ധ പഠനത്തിന് ലഭിച്ചതോടെ ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഡയറക്ടർ പ്രൊഫസർ റേ ലാങ്സ്റ്റർ അശ്വവംശവുമായി ഈ ജന്തുവിന് യാതൊരു ബന്ധവുമില്ലെന്ന് തെളിയിച്ചു. ആഫ്രിക്കയിൽ എഡ്വേർഡ് ആൽബർട്ട് എന്നീ 2 തടാകങ്ങൾക്കിടയിൽ കോങ്കോ തടാകത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിർത്തിക്കടുത്തായി ശംലിക്ക കാടുകളിൽ ഇവ കഴിയുന്നു. ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന അവ അപൂർവമായി ഇണകളായി സഞ്ചരിക്കാറുണ്ട്. ജന്മനാഭികളായ ഇവ നിശബ്ദമായിട്ടാണ് കാട്ടിൽ നടക്കുന്നത്. ആക്രമണ ഭീതി ഉണ്ടാകുമ്പോൾ തല നേരെ മുന്നോട്ട് നീട്ടിപ്പിടിച്ച് അതിവേഗം കുതിച്ചു ചാടി അകലെ മറയാൻ ശ്രമിക്കുന്നതായി കാണാൻ കഴിയും. ഇവയുടെ ചുമൽഭാഗത്തിന് 1.25 മീറ്ററോളം പൊക്കം വരും. ഓക്കാപ്പിയുടെ ഏകബന്ധുവായ ജിറാഫിൻ്റെ പല സ്വഭാവവിശേഷങ്ങളും ഇവ പ്രകടിപ്പിക്കാറുണ്ട്. ഒരേ ആകൃതിയിലുള്ള തലയോട് താഴ്ന്ന പിൻഭാഗം, നീളം കുറഞ്ഞതും ശക പോലെ ഉള്ളതുമായ വാൽ എന്നിവ രണ്ടിൻ്റെയും പൊതു സ്വഭാവങ്ങളാണ്. ജിറാഫിൽ നിന്ന് വ്യത്യസ്തമായി ഓക്കാപ്പിയുടെ കഴുത്തും മുൻകാലുകളും കുറുകിയതാകുന്നു. കഴുത്തിൽ കുഞ്ചിരോമങ്ങൾ കാണുകയില്ല. ശരീരത്തിൽ ഏത് ഭാഗത്തും നാവ് എത്തിക്കാൻ പാകത്തിൽ തിരിക്കാവുന്നതാണ് കഴുത്ത്. ആൺ ഓക്കാപ്പിയിൽ കടാരയുടെ ആകൃതിയിൽ 2 ചെറിയ കൊമ്പുകൾ ഉണ്ട്. ഇവയുടെ മുന രോമജടിലമായ തൊലിയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. പെണ്ണിന് കൊമ്പുണ്ടായിരിക്കുകയില്ല. തല പൊതുവെ നീണ്ട് കറുത്തതാണ്. വലിയ ചെവികളിൽ നിന്നും വളരെ അകന്നാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. നീണ്ടതും അനക്കാവുന്നതുമായ ചുണ്ടുകൾ വൃക്ഷക്കൊമ്പുകളിൽ നിന്നും ഇരകൾ പറിച്ചെടുക്കുന്നതിനും മറ്റു വിധത്തിലും ഉള്ളതാണ്. തലയും കഴുത്തും ഉടലും ചുവന്ന തവിട്ട് നിറം മുതൽ കറുപ്പ് വരെ ഏതുമാകാം. കവിൾ തടകങ്ങൾക്ക് മഞ്ഞ കലർന്ന വെള്ള നിറമായിരിക്കും. കാലുകളുടെ താഴത്തെ പകുതിക്ക് ക്രീമിൻ്റെ നിറവും മുകളിലത്തെ പകുതിയിൽ പുറകെ കറുപ്പും വെള്ളയും ഇടകലർന്ന വരകളുമാണ് ഉള്ളത്. ഈ വരകൾ ആദ്യകാലങ്ങളിൽ ഇതിനെ വരയൻ കുതിരയുടെ ബന്ധുവായി സംശയിക്കാൻ പ്രേരകമായി. പെണ്ണിന് ആണിനേക്കാൾ വലിപ്പം അല്പം കൂടുതലാണ്. ശരാശരി അതിൻ്റെ തൂക്കം 230 കിലോഗ്രാം ആണ്. ഇവയുടെ പ്രധാന ഭക്ഷണം ചതുപ്പുകളിൽ വളരുന്ന കുറ്റിച്ചെടികൾ ആണ്. ചുറ്റുപാടുകളോട് ഇണങ്ങിച്ചേരാനുള്ള വർണ്ണമാതൃക ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാകും. ഓക്കാപ്പിയുടെ സ്വാദുള്ള ഇറച്ചിക്കും ഭംഗിയേറിയ തോലിനുമായി പിഗ്മികൾ ഇവയെ പതിവായി വേട്ടയാടുന്നു. ആനയെ പിടിക്കുന്നത് പോലെ കാടിനുള്ളിൽ കുഴികളുണ്ടാക്കി അവയിൽ വീഴ്ത്തിയാണ് ഇവയെ പിടിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.